സംസ്ഥാനത്തുണ്ടായ കപ്പൽ അപകടങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കനത്ത തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. കടലിൽ പോകുന്ന തൊഴിലാളികൾക്ക് വലയുൾപ്പെടെയുള്ള തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ട് ഭീമമായ നഷ്ടം സംഭവിച്ചതോടെ തീരത്ത് പ്രതിഷേധവും ശക്തമാണ്. സംസ്ഥാനത്തുണ്ടായ കപ്പലപകടങ്ങളെ തുടർന്ന് കടലിലെ മത്സ്യബന്ധനം സുരക്ഷിതമല്ലാത്ത നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപകടങ്ങളെ തുടർന്ന് കടലിൽ താഴ്ന്നു കിടക്കുന്ന കണ്ടെയ്നറുകൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇതിൽ ഭീമമായ നഷ്ടം സംഭവിച്ചതോടെ തീരത്ത് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധവും ശക്തമാകുകയാണ്. കൊച്ചിയിൽ കപ്പൽ മറിഞ്ഞ് കടലിൽ താഴ്ന്നുപോയ കണ്ടെയ്നറുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ദുരിതമാണ് വരുത്തിവെച്ചത്. കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറുകൾ പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്നത് കൂടാതെ മത്സ്യബന്ധനത്തിന് പ്രതിസന്ധിയും സൃഷ്ടിക്കുകയാണ്. കടലിൽ താഴ്ന്നുപോയ കണ്ടെയ്നറുകളിൽ ഉടക്കി കടലിൽ സുരക്ഷിതമായി വലയിടാൻ പോലും പറ്റാത്ത സ്ഥിതിയാണുള്ളതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിക്ക് പോയ നിരവധി വള്ളങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളുള്ളവരല്ലേ. കടം മേടിച്ച് ഇത്രയും വലിയ തുക മുടക്കി ഒരു പ്രസ്ഥാനം കടലിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അത് നമുക്കിപ്പോൾ വിശ്വസിച്ചെങ്ങും വല കോരും നമുക്ക് എന്തെങ്കിലും കിട്ടാനുള്ള കടം തീർക്കാനുള്ളത് പോലും കിട്ടാൻ പറ്റാതെ ആ സമയം ഇതുപോലെ വല കീറിപ്പോയാൽ നമുക്ക് പോയി ഒരു പണിയെടുത്ത് കടം തീർക്കാനും ഞങ്ങളുടെ ഉപജീവന മാർഗവും നടക്കാതെ പോവുക. ഇതൊക്കെ കണ്ടാണ് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ വല കോരുന്നത്. ഈ തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന ഭാഗത്ത് ഈ ഞങ്ങൾ കോരിയ ഇതിനു മുമ്പ് ഒരു കാലത്ത് ഉടക്കുള്ളതല്ല. എല്ലാവരുടെയും വല ഇതുപോലെ കീറിപ്പോവുക. ചെറിയ നഷ്ടങ്ങളൊന്നുമല്ല വരുന്നത്, വൻ നഷ്ടങ്ങളാണ്. കടലിലെ നിലവിലുള്ള ഉടക്കുകൾ എവിടെയൊക്കെയാണെന്ന് വള്ളങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള GPS സംവിധാനത്തിലൂടെ തൊഴിലാളികൾക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊന്നും ആരും മത്സ്യബന്ധനം നടത്താറില്ല. കപ്പൽ മുങ്ങിയ സ്ഥലത്ത് നിന്നും 20 നോട്ടിക്കൽ മൈൽ പരിധിയിൽ മാത്രമാണ് പുതുതായി മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സുരക്ഷിതമെന്ന് കരുതിയ സ്ഥലങ്ങളിൽ മത്സ്യബന്ധനം നടത്തിയവർക്കാണ് വലിയ പ്രതിസന്ധി നേരിട്ടത്. തൃക്കുന്നപ്പുഴയ്ക്ക് പടിഞ്ഞാറ് മത്സ്യബന്ധനം നടത്തിയ മിന്നൽക്കൊടി വള്ളത്തിന്റെ വലയ്ക്ക് ഗുരുതരമായ കേട് സംഭവിച്ചു. 300 കിലോയോളം വല നഷ്ടമായെന്നും തൊഴിലാളികൾ പറയുന്നു. വലയിലുണ്ടായിരുന്ന മത്സ്യങ്ങളും നഷ്ടമായി. വലിയ പ്രതിസന്ധിയാണ് തനിക്ക് ഇതിലൂടെ ഉണ്ടായതെന്ന് വള്ളത്തിന്റെ ഉടമസ്ഥനായ കായലിൽ അൻഷാദ് പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ കപ്പൽ താന്നതിന് ശേഷം ഈ കണ്ടെയ്നറൊക്കെ എവിടൊക്കെയാണ് താന്ന് കിടക്കുന്നതെന്നും ഞങ്ങൾക്കറിയാൻ പറ്റുന്നില്ല. വല കോരി ഞങ്ങളുടെ വല ഉടക്കെ തട്ടുമ്പോഴാണ് അറിയുന്നത്. ഇതിനു മുമ്പ് ഉടക്ക് തട്ടാൻ ഞങ്ങൾ അവിടെ കോരത്തില്ല. ഞങ്ങളുടെ GPS അടിച്ചു വെച്ചിരിക്കുന്ന കാരണം ഞങ്ങളവിടെ കോരത്തില്ല. കപ്പൽ താന്നതിന് ശേഷം എവിടൊക്കെയാണ് ഈ കണ്ടെയ്നർ താന്ന് കിടക്കുന്നതെന്ന് ഞങ്ങൾക്കൊരു തിട്ടവുമില്ല. 2 ദിവസം പണിക്ക് പോയിട്ട് വളരെ മോശമായിരുന്നു. ഇന്നലെ പണി ഞങ്ങൾക്ക് കിട്ടിയതാണ്. പക്ഷേ എന്ത് ചെയ്യാനായി, കണ്ടെയ്നറിനകത്ത് ഉടക്കി ലക്ഷക്കണക്കിന് രൂപയുടെ വലയാണ് നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ മീനും പോയിട്ടുണ്ട്. വലയ്ക്ക് മാത്രം 3 ലക്ഷത്തോളം രൂപ ആവശ്യമുണ്ട്. 60 ജോലിക്കാർ 4 ദിവസം കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ വല പൂർവ്വസ്ഥിതിയിലാക്കി മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കാൻ കഴിയൂ. 2 ലക്ഷത്തിലധികം രൂപ തൊഴിൽ കൂലിയായി തന്നെ നൽകണം. സീസൺ സമയത്ത് ജോലിക്ക് പോകാൻ കഴിയാതെ നഷ്ടം വേറെയും ഉണ്ടായിട്ടുണ്ട്. മിന്നൽക്കൊടി വള്ളത്തിന് സമീപം മത്സ്യബന്ധനം നടത്തിയ മംഗലം സുധാകരം ഭവനത്തിൽ സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള മംഗലത്ത് മഹാദേവൻ എന്ന വള്ളത്തിനും ഭീമമായ നഷ്ടമുണ്ടായിട്ടുണ്ട്. വള്ളത്തിലുണ്ടായിരുന്ന പകുതി വലയും നഷ്ടപ്പെട്ടു. ഈ വള്ളത്തിലിരിക്കുന്ന മൊത്തം ആയിട്ട് നോക്കുകയാണെങ്കിൽ പകുതി വലയേ ഉള്ളൂ. ബാക്കി പകുതി നഷ്ടപ്പെട്ടു പോയതാണ്. ശരിയാക്കി എടുക്കാൻ ഒരു 10 ദിവസമെങ്കിലും വേണം, 50 ആളിരുന്ന്. എങ്കിലും ഇത് ചെറിയ പൊടി കണ്ണി വലയായതുകൊണ്ട് നമുക്ക് താമസം ഇത് നിർമ്മിച്ചെടുക്കാൻ താമസമാണ്. 1000 കിലോ വലയാണ് നഷ്ടപ്പെട്ടതെന്ന് സുരേഷ് പറഞ്ഞു. 9 ലക്ഷത്തോളം രൂപ വലയ്ക്ക് തന്നെ വേണ്ടിവരും. 50 തൊഴിലാളികളുടെ ഉപജീവനമാണ് നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇനി കടലിൽ പോയാലും സുരക്ഷിതമായി എങ്ങനെ മത്സ്യബന്ധനം നടത്തുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. ഒരു 3 ലക്ഷം രൂപയുടെ വല വേണം. ഞങ്ങൾ എന്ത് ചെയ്യും? സാധാരണ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? വളരെയേറെ ബുദ്ധിമുട്ടാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളൊരു മാസമായത് എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഈ 2-3 മാസമാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അതെല്ലാം തകർന്ന് ഞങ്ങൾ ആകെപ്പാട് ബുദ്ധിമുട്ടില്ല. ഇപ്പം ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാക്കിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? താങ്ങാനാവാത്ത നഷ്ടമാണ് കടലിലെ പുതിയ ഉടക്കുകൾ മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ കടബാധ്യത പേരെയാണ് ഓരോ മത്സ്യത്തൊഴിലാളിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സീസണിൽ മാത്രം ലഭിക്കുന്ന ജോലി മാത്രമാണ് ഏക പ്രതീക്ഷ. അത് നഷ്ടമാകുന്ന സ്ഥിതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തൃക്കുന്നപ്പുഴയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ തൃക്കുന്നപ്പുഴ പതിയാങ്കര കൊച്ചുകുളങ്ങിയിൽ ഷിജുവിന്റെ ഉടമസ്ഥതയിലുള്ള കാർമൽ വള്ളത്തിന്റെ വലയും മറ്റുപകരണങ്ങളും കൊല്ലത്തിന് പടിഞ്ഞാറ് ഭാഗം വെച്ച് മത്സ്യബന്ധനം നടത്തുന്നതിനിടയിൽ ഉടക്കി നഷ്ടപ്പെട്ടിരുന്നു. നീണ്ടകരയ്ക്ക് പടിഞ്ഞാറ് വശം സുരക്ഷിതമെന്ന്
നിശ്ചയിച്ചിട്ടുള്ള ഭാഗത്താണ് ഈ വള്ളം മത്സ്യബന്ധനം നടത്തിയത്. 1500ഓളം കിലോ താങ്ങുവലയും വലയോടനുബന്ധിച്ചുള്ള ഈയക്കട്ട, റോപ്പ് എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 15 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് കായംകുളം ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ നിരവധി വള്ളങ്ങൾക്ക് സമാന രീതിയിൽ നഷ്ടം ഉണ്ടായി. വള്ളത്തിൽ പണിക്ക് പോയാൽ എന്തെങ്കിലും അരിമേടിക്കാൻ കാശ് കിട്ടുന്ന ഒരു സമയമാണ്. ഇപ്പം ഞങ്ങളുടെ 3-4 ദിവസത്തെ വർക്കും പോയി, 3-4 ലക്ഷം രൂപയുടെ വലയും പോയി. ഇത്ര ആ തൊഴിലാളികളുടെ തൊഴിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നർ ഉടക്കിയതാണ്, ഉടക്കി വലയെല്ലാം കൂടെ പോയിട്ടുണ്ട്. ഇപ്പോൾ 2-3-4 ലക്ഷം രൂപയുടെ നഷ്ടം നമുക്കുണ്ട് ഓൾറെഡി. പിന്നെ ഇത്രയും തൊഴിലാളികളുടെ തൊഴിലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കപ്പൽ ദുരന്തത്തെ തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും പ്രശ്നപരിഹാരത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുകളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. CDNet ന്യൂസ്, ആറാട്ടുപുഴ.